ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നിരവധി PYQ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു 4 വരി കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് നമ്മുടെ കുമാരനാശാൻ്റെ കവിതയാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കായിക്കരയാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കായിക്കരയാണ്. അപ്പോൾ കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നോ? പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആളുകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി അവരോരോരുത്തരും ഇങ്ങനെ സമരങ്ങൾ ആരംഭിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവയെ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകമാണ് നവോത്ഥാനം. നവോത്ഥാനത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടാക്കി. അപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇത് മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടാക്കി. അപ്പോൾ ഏതൊക്കെയാണ് നവോത്ഥാനം വരുത്തിയ മാറ്റങ്ങൾ? ഏതൊക്കെ മേഖലകളിലാണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. മാനവികത, ശാസ്ത്രബോധം, മതനവീകരണം തുടങ്ങിയ മേഖലകളിൽ എന്ത് മാറ്റം വരുത്തി? നവോത്ഥാനം മാറ്റം വരുത്തുകയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് ജ്ഞാനോദയത്തെക്കുറിച്ചാണ്. എന്താണ് ജ്ഞാനോദയം? യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ആദ്യമായി ആരംഭിച്ചത് യൂറോപ്പിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ശാസ്ത്രരംഗത്തെ കണ്ടുപിടുത്തം ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇവരെന്തിനാ പ്രാധാന്യം നൽകിയത്? യുക്തിചിന്തയ്ക്കാണ് ഈ ജ്ഞാനോദയ ചിന്തകർ പ്രാധാന്യം നൽകിയത്. യുക്തിചിന്തയ്ക്കാണ് ജ്ഞാനോദയം പ്രാധാന്യം നൽകിയത്.
യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ ആർക്ക് സാധിച്ചു? മനുഷ്യന് സാധിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ എന്തുദയം ചെയ്തത്? ഈ ജ്ഞാനോദയം എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം നൽകിയത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അപ്പോൾ ജ്ഞാനോദയം 18-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ രൂപം കൊണ്ടത്. ഇവരെന്താ പ്രചരിപ്പിച്ചത്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങളാണ് ജ്ഞാനോദയ ചിന്തകർ എന്ത് ചെയ്തത്? പ്രചരിപ്പിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ഈ ജ്ഞാനോദയ ചിന്തകരുടെ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് നമ്മുടെ ചാപ്റ്ററിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് ഏത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അപ്പോൾ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങിയത് ഏത് സമയം മുതലാണ്? 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഇവരെന്ത് ചെയ്തു? യൂറോപ്പിൽ നിന്ന് എങ്ങോട്ട് കുടിയേറിപ്പാർത്തു? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തു തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ 18-ാം നൂറ്റാണ്ടപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ആര് കുടിയേറിപ്പാർത്തു? ജനങ്ങൾ കുടിയേറിപ്പാർത്തു. അതിനുശേഷം ഇവരുടെ ലക്ഷ്യം വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ
18-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ട് എന്ത് ചെയ്തത്? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഈ 13 കോളനികളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ 13 കോളനികളും തന്നിട്ടുണ്ട്. അപ്പം നോക്കാം ഏതൊക്കെയാണ് അമേരിക്കയിലെ 13 കോളനികൾ ഏതൊക്കെയാ? ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, മസാച്ചുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ദലാവയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ഇങ്ങനെ 13 കോളനികളാണ് ഇംഗ്ലണ്ട് എവിടെ സ്ഥാപിച്ചത്? അമേരിക്കയിൽ സ്ഥാപിച്ചത്, വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചത്. അടുത്ത് നമ്മൾ പറയുന്നത് അമേരിക്കയിലെ കുടിയേറ്റത്തെക്കുറിച്ചാണ്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അപ്പോൾ 1492 നമ്മുടെ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി ആരാണ്? വടക്കേ അമേരിക്കയിലെത്തിയ ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ ആര് വടക്കേ അമേരിക്കയിലെത്തിയത്? ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയത്. തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ അവിടെ കണ്ട ജനങ്ങളെ അദ്ദേഹം ആദ്യം എന്താ വിളിച്ചത്? ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താണ്? ഈ വടക്കേ അമേരിക്കയിലുള്ള ആളുകളെ ഇന്ത്യക്കാരെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? അവർ ഇന്ത്യക്കാരല്ലെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് അവരെ എന്തെന്നറിയപ്പെടുകയും ചെയ്തു? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് എന്ത് ചെയ്തു? 17-ാം നൂറ്റാണ്ടിൽ, ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് എന്ത് ചെയ്തത്? വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. ഇവരെ തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മേഫ്ലവർ കപ്പലിൽ ഇവിടെ എത്തിയ ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? തീർത്ഥാടക പിതാക്കൾ എന്നാണ്, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അപ്പോൾ യൂറോപ്യൻ കുടിയേറ്റം എന്ത് ചെയ്തു? വ്യാപകമായപ്പോൾ ഈ റെഡ് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ എന്ത് ചെയ്തു? കവർന്നു. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? അമേരിക്കയിലെ കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി പറഞ്ഞു പോവാം. 1492 നമ്മുടെ സ്പെയിനിലെ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി ക്രിസ്റ്റഫർ കൊളംബസ് എവിടെ എത്തി? ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയത് 1492. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ അദ്ദേഹം ആദ്യം ഇന്ത്യക്കാർ എന്ന് വിളിക്കുകയും പിന്നീട് ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതി അങ്ങനെ വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവരെന്തെന്നറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഏത് നൂറ്റാണ്ടിൽ? 17-ാം നൂറ്റാണ്ടിൽ ഏത് കപ്പലിലാണ്? മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ആദ്യമായി അവിടെ എന്ത് ചെയ്തത്? കോളനികൾ സ്ഥാപിച്ചത്. ഇവരേത് പേരിലാണ് അറിയപ്പെടുന്നത്? അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഉൾപ്രദേശത്തേക്ക് ആട്ടിയോടിക്കപ്പെടുകയും അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും ആര് കയ്യേറുകയും ചെയ്തു? യൂറോപ്യന്മാർ കയ്യേറുകയും ചെയ്തു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. അപ്പോൾ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ എങ്ങനെയാണ് കണക്കാക്കിയത്? തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായുമാണ് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തത്? അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്.
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്തു? കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നു. മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഇംഗ്ലീഷുകാർ മെർക്കൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കി, അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കി. അവയിൽ ചിലത് നമ്മൾ പറയും, നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ ആരെ കണക്കാക്കി? അമേരിക്കൻ കോളനികളെ കണക്കാക്കുകയും മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏത് പേരിൽ അറിയപ്പെട്ടു? മെർക്കൻ്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അപ്പോൾ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തായിരുന്നു? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ, അപ്പോൾ കോളനിയിൽ നിന്ന് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ കോളനിയിലേക്ക് കൊണ്ടുവരുന്നതോ ആയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കണം? ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതാണ് മെർക്കൻ്റലിസ്റ്റിൻ്റെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പോൾ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്തൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ എവിടെ മാത്രമേ കയറ്റി അയക്കാവൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നത് അടുത്തൊരു നിയമമാണ്. പിന്നീട് നമ്മൾ പറയുന്നു എന്താണ്? കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അപ്പോൾ കോളനികളിലെ നിയമപരമായ എല്ലാ വസ്തുക്കളിലും നിയമപരമായ പ്രമാണങ്ങൾ, അതുപോലെ എന്താണ്? വർത്തമാനപത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ആരുടെ മുദ്ര പതിപ്പിച്ചിരിക്കണം? ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അപ്പോൾ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സൈന്യങ്ങൾക്ക് ആവശ്യമായ എന്തൊക്കെയാണ്? ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലം, അവരുടെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ആര് നൽകണം? കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം ആര് നൽകണം? അതും ഈ കോളനികൾ നൽകണം. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? മെർക്കൻ്റലിസ്റ്റ് നയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെന്ന് പറയുന്നത്. മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ഈ പറഞ്ഞവയാണ്. അടുത്ത് നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? തേയിലയുടെ മുകളിൽ ഉയർന്ന നികുതി ചുമത്തി. ഇതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില എവിടേക്ക് വലിച്ചെറിഞ്ഞു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 1773 ഡിസംബർ 16. ഡിസംബർ 16 എന്ത് നടന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അപ്പോൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയിരുന്നു.
അതിനെതിരെ അമേരിക്കയിൽ എന്ത് ചെയ്തു? ശക്തമായ പ്രതിഷേധമുണ്ടായി. അങ്ങനെ 1773 ഡിസംബർ 16 രാത്രിയിൽ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിലേക്ക് കയറുകയും അതിലുണ്ടായിരുന്ന എത്ര പെട്ടി തേയില? 342 പെട്ടി തേയില എവിടേക്ക് വലിച്ചെറിയുകയും ചെയ്തു? കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവത്തിന് പറയുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വർഷം ഒന്നുകൂടി പറയാം. 1773 ഡിസംബർ 16 അന്നാണ് എന്ത് നടന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മെർക്കന്റലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. പ്രസ്താവന വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ പല ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഇതുപോലുള്ള ചൂഷണങ്ങൾ മെർക്കന്റിലിസം നിയമമായി, ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയായി. അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്ത് ചെയ്യാൻ? പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. അപ്പോൾ അവരിൽ പ്രധാനപ്പെട്ട ചിന്തകരെയും അവരുടെ ആശയങ്ങളെയുമാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ആളാണ് ജോൺ ലോക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അപ്പം ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ്? നമുക്കുള്ള അവകാശങ്ങൾ, നമുക്ക് ചില അവകാശങ്ങളുള്ള വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ജോൺ ലോക്കാണ് പറഞ്ഞത് എന്ത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇനി അടുത്ത തോമസ് പെയിൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. തോമസ് പെയിനിൻ്റെ വാക്കുകൾ എന്താണ്? ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ട്, ഈ വൻകര നമ്മുടെ വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ തോമസ് പെയിൻ എന്താണ്? അതേ ഒരു പെയിനോടുകൂടി പറഞ്ഞതാണെന്ന് ആലോചിച്ചാൽ മതി. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി വെക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ്? ഈ ഇംഗ്ലണ്ടിന് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? തോമസ് പെയിനാണ്. ഇനി നമ്മൾ പറയുന്നത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. അപ്പം നോക്കാം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പോൾ നമ്മുടെ വൻകരകൾ ആർക്കെതിരെയാണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരായിട്ട് പ്രതികരിക്കാനായി ഒഴികെ ജോർജിയ. അപ്പോൾ ജോർജിയ ഒഴികെ ബാക്കിയുള്ള കോളനികളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു? 1774 എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. എവിടെയാണ് ഇത് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിലാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചത്. ഫിലാഡൽഫിയയിൽ 1774. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആരാവശ്യപ്പെട്ടു? കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. സമ്മേളനത്തിൽ എന്താണ്? വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട്
കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് എന്തു കൊടുത്തു? നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ജനങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ അയക്കുകയും ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ആരൊക്കെ തമ്മിൽ? രാജാവിന് നിവേദനം കൊടുത്തു, പക്ഷേ രാജാവ് ഇത് അംഗീകരിച്ചില്ല. പകരം എന്ത് ചെയ്തു? സൈന്യത്തെ അയച്ച് യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ ഇത് ഇംഗ്ലണ്ടും രാജാവും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. അങ്ങനെ 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിൻ്റെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ ജോർജ് വാഷിങ്ടണിനെ എന്ത് ചെയ്തു? കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി നിയോഗിച്ചു. അപ്പോൾ 1775 എന്ത് നടന്നു? 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചു. ഈ സമ്മേളനത്തിൽ നമ്മുടെ കോളനികൾ എന്ത് ചെയ്തു? ജോർജ് വാഷിങ്ടനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി നിയോഗിച്ചു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ തോമസ് പെയിനിൻ്റെ പുസ്തകത്തിൻ്റെ ലഘുലേഖയുടെ പേരെന്താണ്? അതാണ് കോമൺ സെൻസ്. അപ്പോൾ ഇതൊക്കെ ചേരുപടി ചേർക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ്? തോമസ് പെയിനിൻ്റെ പുസ്തകത്തിൻ്റെ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ്. അപ്പോൾ തോമസ് പെയിൻ എന്നല്ല, കോമൺ സെൻസ് ഉള്ള ഒരാളായിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലഘുലേഖയുടെ പേര് നമുക്ക് കിട്ടും. കോമൺ സെൻസ് ഉള്ള ആളാണ് തോമസ് പെയിന്. അപ്പോൾ തോമസ് പെയിൻ്റെ പുസ്തകമാണ് കോമൺ സെൻസ്. ഈ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്നാര് പ്രഖ്യാപിച്ചു? ആരാ പ്രഖ്യാപിച്ചത്? തോമസ് പെയിന് പ്രഖ്യാപിച്ചു. അങ്ങനെ 1776 ജൂലൈ 4-ന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം എന്ന്? 1776 ജൂലൈ 4-നാണ് എന്ത് ചെയ്തത്? ജൂലൈ 4-ന് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ലോകപ്രശസ്തമായ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ചോദിച്ചാൽ 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെല്ലാം? ആരൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ അത് എഴുതി തയ്യാറാക്കിയവർ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ഇനി നമ്മുടെ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കെന്തുണ്ട്? അവർക്ക് ചില അവകാശങ്ങളുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ എന്തിനൊക്കെയുള്ള അവകാശമാണ്? ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു
സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് കണ്ടെത്താം? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാ മനുഷ്യരും തുല്യരാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിത സൗഖ്യത്തിനുള്ള അവകാശം ഒക്കെ മനുഷ്യന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണകൂടങ്ങൾ എന്ത് ചെയ്യണം? ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇത് രൂപീകരിക്കുക, അത് ജനങ്ങൾക്ക് ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ 1776 ജൂലൈ 4 എന്ത് ചെയ്തു? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം എന്ത് ചെയ്തു? 1781 അവസാനിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് എന്നെന്ന് ചോദിച്ചാൽ എന്നാണ്? 1781 ആണ് അവസാനിച്ചത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ 1783 എന്ത് ചെയ്തു? പാരീസ് ഉടമ്പടി നടന്നു. അപ്പോൾ പാരീസ് ഉടമ്പടി നടന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? 1783 പാരീസ് ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ ഈ പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് നമ്മുടെ ഈ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ തുടർന്ന് എന്ത് ചെയ്തു? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായിട്ട് എന്ത് തയ്യാറാക്കി? ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കൻ ഭരണഘടന ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് ഫിലാഡൽഫിയയിൽ വെച്ച് തയ്യാറാക്കുന്നത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കി ആരുടെ നേതൃത്വത്തിൽ? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ. അതിനുശേഷം എന്ത് ചെയ്തു? പുതിയ ഭരണഘടന പ്രകാരം എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകൾ, അമേരിക്ക എന്തായി മാറി? അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റായി ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇന്ന് ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്തു? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും ഒക്കെ പ്രചോദനം നൽകിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല വിപ്ലവങ്ങൾക്കും അതുപോലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ ഈ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ എന്ത് ചെയ്തു? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് എവിടെയാണ്? അമേരിക്കൻ ഭരണഘടനയിലാണ്, അല്ലെങ്കിൽ അമേരിക്കയാണ് ആദ്യമായിട്ട് ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം, ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയം കൊണ്ടുവന്നത്, അത് ലോകത്തിന് നൽകിയ ഏത് സമരമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നമ്മുടെ ലോക ചരിത്രത്തിൽ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇവയൊക്കെ ആയിരുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്.
അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവം, ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം, ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട മഹത് വചനങ്ങളാണ്. അപ്പം ഞാനാണ് രാഷ്ട്രം എന്നത് ആരുടെ വാക്കുകളാണ്? രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 അപ്പോൾ ലൂയി 14 വാക്കുകളാണ് ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതുകൊണ്ട് രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? രാജാവിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ലൂയി 14 പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ഇത് ആരുടെ വാക്കുകളാണ്? ലൂയി 15 ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ശേഷം പ്രളയം. ഇനി അതുപോലെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ, ഇതിങ്ങനെ പറഞ്ഞതാരാണ്? അത് മേരി അന്റോയിനറ്റിൻ്റെ വാക്കുകളാണ്. നമ്മുടെ ലൂയി 16 ഭാര്യയായ മേരി അന്റോയിനറ്റ് പറഞ്ഞതാണ്. എന്താണ്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? മേരി അന്റോയിനറ്റിൻ്റെ വാക്കുകളാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 17-18 നൂറ്റാണ്ടുകളിലാണ് ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. എന്താണ്? 17-18 നൂറ്റാണ്ടുകളിലെ ഫ്രാൻസിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായ കൊട്ടാരമായിരുന്നു ഏത് കൊട്ടാരം? വേഴ്സായ് കൊട്ടാരം. അപ്പോൾ ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണം ഏതാണ്? ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ എങ്ങനെയാണ് ജീവിച്ചത്? ധൂർത്തായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? അപ്പം ജനങ്ങളുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയായിരുന്നിട്ടുണ്ട്. ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അപ്പം നമുക്ക് നോക്കാം. ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാരുടെ അവസ്ഥകളൊക്കെ വളരെ വളരെ ദാരിദ്ര്യമായിരുന്നു. എന്നാൽ ഉള്ളവർക്ക് എന്ത് വളരെയധികം ഉണ്ട് എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് അല്ലെങ്കിൽ അജീർണം ബാധിച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ദുരിതപൂർണമായിരുന്നു. മറിച്ച് ഭരണാധികാരികൾ എങ്ങനെയാണ്? ആഡംബരം ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചത്. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ആ ഒരു എങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്നത്? അവിടുത്തെ സാമൂഹിക സാമ്പത്തിക അസമത്വമായിരുന്നു എവിടെ എന്ത് കാണിക്കുന്നത്? ഫ്രാൻസിൻ്റെ ഈ അവസ്ഥ സൃഷ്ടിച്ചത്. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളാണ്. ഇനി നമുക്ക് ഈ ഫ്രാൻസിലെ അസമത്വത്തിൻ്റെ ആ ഒരു ബാക്കി പത്രമാണ് നമ്മളിനി നോക്കുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തരംതിരിച്ചിരുന്നു. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ എത്രയായി തരംതിരിച്ചിരുന്നു? 3 തട്ടുകളായി തിരിച്ചിരുന്നു. ഈ 3 തട്ടുകളിലുള്ളവർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹം എത്രയായി തിരിച്ചിട്ടുണ്ട്? 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഒരു ചാർട്ടാണ് തന്നിട്ടുള്ളത്. എന്താണ്? ഫ്രഞ്ച് സമൂഹത്തിലെ 1ാമത്തെ എസ്റ്റേറ്റ് അതിലുൾപ്പെട്ടിരുന്നത് ആരാണ്? പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രഞ്ച് സമൂഹം തിരിച്ചിട്ടുണ്ട്. അതിൽ 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്, ഇങ്ങനെ 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ എസ്റ്റേറ്റിലുള്ളത് ആരൊക്കെയാണ്? പുരോഹിതന്മാരാണ് 1ാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത്.
രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാരായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാരായിരുന്നു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ആരൊക്കെയാണ്? അതാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇനി ഇവരോടൊപ്പം ആരുമുണ്ടായിരുന്നു? കർഷകരും കൈത്തൊഴിലുകാരും കൂടി ഏത് എസ്റ്റേറ്റിലുണ്ടായിരുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റോ അത് പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ബാക്കി വരുന്ന കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, അതുപോലെ കർഷകർ, കൈത്തൊഴിലാളികൾ ഇവരെല്ലാം അടങ്ങിയത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. ഇനി ഇവിടെ എന്താണ്? ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചിരുന്നവരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റുകാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു കൈവശം വയ്ക്കാനായിട്ട്. അവരുടെ അവകാശത്തിൽ ഒരുപാട് ഭൂപ്രദേശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് ഇവർ പിരിച്ചെടുത്ത നികുതിയാണ് തിഥേ എന്ന് പറയുന്നത്. അപ്പോൾ കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ പിരിച്ചെടുത്ത നികുതി ഏതാണ്? നികുതിയാണ് തിഥേ. അപ്പോൾ കർഷകരിൽ നിന്ന് പുരോഹിതന്മാർ പിരിച്ചെടുത്ത നികുതിക്ക് പറയുന്ന പേരാണ് തിഥേ എന്ന് പറയുന്നത്. തിഥേ എന്ന നികുതിയാണ്. അപ്പോൾ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തിഥേ എന്ന് പറയുന്ന നികുതിയാണ് പിരിച്ചെടുത്തിരുന്നത്. ഇനി എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റുകാരുടെ പ്രത്യേകത എന്താണ്? എല്ലാത്തരം നികുതികളിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റുകാരെ ഒഴിവാക്കിയിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പോൾ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചതുമാരാണ്? ഈ പുരോഹിതന്മാരാണ്. അവർക്ക് യാതൊരുവിധ നികുതികളും അടയ്ക്കണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുത്തു. ആ നികുതി അറിയപ്പെട്ട പേരെന്താണ്? അതിനെയാണ് തിഥേ എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇവർക്ക് ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വച്ചു. ആര്? ഈ പുരോഹിതന്മാർ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ്. ഇനി നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ഇവരും എന്താണ്? പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ പ്രഭുക്കന്മാരെയും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചവരാണ് പ്രഭുക്കന്മാർ. അപ്പോൾ പ്രഭുക്കന്മാരൊക്കെ എന്താണ്? ആഡംബരപൂർണമായ ജീവിതമാണ് നയിച്ചത്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഇവർക്കും എന്താണ്? വിശാലമായ ഭൂപ്രദേശം ഉണ്ടായിരുന്നു. ഇവർ ആഡംബര ജീവിതമാണ് ഈ പ്രഭുക്കന്മാരും എന്ത് ചെയ്തത്? നയിച്ചിരുന്നത്. സൈനിക സേവനം നടത്തി. അപ്പോൾ ഇവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് എന്താണ്? സൈനിക സേവനം എന്ന് പറയുന്നത് പ്രഭുക്കന്മാരുടെ കൈവശമായിരുന്നു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ഇവർ പിരിച്ചെടുത്തു. അപ്പോൾ പ്രഭുക്കന്മാരെന്ത് ചെയ്തു? കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ എന്ത് ചെയ്തു? പിരിച്ചെടുത്തു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കർഷകർക്ക് വേതനമൊന്നും നൽകിയില്ല, മറിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്തു? ധാരാളം പണിയെടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് രണ്ടാം എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റാണ് നമ്മൾ പറഞ്ഞ ആരൊക്കെയാണ്? കച്ചവടക്കാരും എഴുത്തുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ കർഷകരും കൈത്തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന മൂന്നാം എസ്റ്റേറ്റ്. ഇവർക്ക് താഴ്ന്ന സാമൂഹിക പദവിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരുടെ പദവി എന്താണ്? സാമൂഹിക പദവി വളരെ താഴ്ന്നതായിരുന്നു. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. ആരാണ്? ഈ മൂന്നാം എസ്റ്റേറ്റുകാർ. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു. അതുപോലെ തന്നെ ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരണത്തിൽ യാതൊരു അവകാശവും ആർക്കുണ്ടായിരുന്നില്ല? സാധാരണക്കാർക്ക് അല്ലെങ്കിൽ മൂന്നാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നില്ല. തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അപ്പോൾ ഈ മൂന്നാം എസ്റ്റേറ്റുകാർ സർക്കാരിന് നൽകിയിരുന്ന നികുതിയാണ് ഏത്? തൈലേ. അപ്പോൾ തൈലേ എന്ന് പറയുന്ന നികുതി നൽകിയത് ആരാണ്? മൂന്നാം എസ്റ്റേറ്റുകാർ സർക്കാരിന് നൽകിയ നികുതിയാണ് തൈലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ്? ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത്, ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ്? ചാർട്ട് വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫ്രാൻസിൽ ഉയർന്ന സാമൂഹിക പദവിയും അവകാശങ്ങളും ആഡംബര ജീവിതവും നയിച്ചത് ഏത് വിഭാഗങ്ങളായിരുന്നു? അപ്പോൾ ആഡംബര ജീവിതവും അവകാശങ്ങളും ഒക്കെ നയിച്ചിരുന്നത് ആരായിരുന്നു?
ആരൊക്കെയായിരുന്നു? ഒന്നാമത്തെ വിഭാഗവും രണ്ടാമത്തെ വിഭാഗവും. ആഡംബര ജീവിതവും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചതും പ്രഭുക്കന്മാരും പുരോഹിതന്മാരുമായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ ഏത് എസ്റ്റേറ്റിലായിരുന്നു? അപ്പോൾ ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങളുള്ളത് ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാം എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ജനവിഭാഗമുള്ളത്. മൂന്നാം എസ്റ്റേറ്റിലാണ്. ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൈവശപ്പെടുത്തിയത് ഏത് വിഭാഗമായിരുന്നു? ആരായിരുന്നു ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൈവശപ്പെടുത്തിയത്? പ്രഭുക്കന്മാരായിരുന്നു അല്ലേ? അപ്പം നമ്മൾ പഠിച്ചായിരുന്നു എന്താണ്? ജനങ്ങളെ ചൂഷണം ചെയ്ത് ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ത് ചെയ്തു? സമ്പത്ത് കൈവശപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തെന്താണ്? ഈ വ്യവസ്ഥ മാറണമെന്ന് ആഗ്രഹിച്ചത് ഏത് വിഭാഗങ്ങളായിരിക്കാം? അപ്പോൾ ഈ ഫ്രാൻസിലെ അവസ്ഥ മാറണമെന്ന് ആഗ്രഹിച്ചത് ഏത് വിഭാഗമായിരിക്കാം? മൂന്നാം എസ്റ്റേറ്റുകാർ. കാരണം അവർക്ക് എന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് സമൂഹത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ആശയങ്ങൾ പ്രചോദനമേകുന്നു. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും എന്ത് ചെയ്തു? പ്രധാന പങ്കുവഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയുമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവരാരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരാണ് ഇവരിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടയറിൻ്റെ പ്രത്യേകത എന്താണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ആര്? വോൾട്ടയർ. അപ്പോൾ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച് എന്ത് ചെയ്തു? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? അത് വോൾട്ടയറാണ്. ഇനി എന്താണ്? റൂസോ എന്താ പറഞ്ഞത്? റൂസോയുടെ വാക്കുകൾ എങ്ങനെയാണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയതാരാണ്? റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അതും റൂസോയാണ്. അപ്പോൾ റൂസോയുടെ വാക്കുകളാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന വാക്കുകളും ആരുടേതാണ്? റൂസോയുടേതാണ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്ത് മൊണ്ടസ്ക്യൂവിൻ്റെ വാക്കുകൾ എന്തായിരുന്നു? മൊണ്ടസ്ക്യൂ പറഞ്ഞത് എന്താണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചതാരാണ്? അത് മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതാരാണ്? അത് വോൾട്ടയറാണ്. പുരോഹിതന്മാരെ പരിഹസിച്ചത് വോൾട്ടയറാണ്. ഇനി യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചതും വോൾട്ടയറാണ്. ഇനി ഇവിടെ റൂസോയുടെ വാക്കുകൾ എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞതും ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? അത് റൂസോയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മൊണ്ടസ്ക്യൂവിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അതുപോലെ ഗവൺമെൻറ്റിനെ മൂന്നായിട്ട് തിരിക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ഇനി മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റ് മുന്നേറാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫ്രാൻസിലെ രാജാക്കന്മാരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ബൂർബൺ രാജാക്കന്മാരാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അപ്പോൾ പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, അവരുടെ ധൂർത്ത്, അതുപോലെ യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്തു? അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും
സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ഫ്രാൻസിന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും അതുപോലെ എന്തും നൽകി, സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ത് ചെയ്തു? രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടി 1789 അന്നത്തെ ചക്രവർത്തിയായ ലൂയി 16 ആരെ വിളിച്ചു ചേർത്തു? ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ജനറലിനും എത്ര എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. അപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ ആരൊക്കെയായിരിക്കും? പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ചേർന്നതാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റ്. ഇനി 3-ാം എസ്റ്റേറ്റാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ ചേർന്നത് 3-ാം എസ്റ്റേറ്റ്. അപ്പോൾ 1-ഉം 2-ഉം എസ്റ്റേറ്റ് എന്താണ് പറഞ്ഞത്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-ഉം 2-ഉം എസ്റ്റേറ്റിന് 2 വോട്ട്, അപ്പോൾ 3-ാമത്തെ എസ്റ്റേറ്റിന് 1 വോട്ട്, അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇവർ പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3-ാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. അപ്പോൾ സാധാരണക്കാരായ കോമൺസ് എന്നറിയപ്പെട്ട 3-ാം എസ്റ്റേറ്റ് പറഞ്ഞു എന്ത്? ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണം, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടല്ല, മറിച്ച് എന്താണ്? ഓരോ അംഗത്തിനും ഓരോ വോട്ട് എന്ന നിലയിൽ വേണം വോട്ട് ചെയ്യാനുള്ളതെന്ന് കോമൺസ് അഥവാ സാധാരണക്കാർ ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? 3-ാം എസ്റ്റേറ്റുകാർ പറഞ്ഞു എന്ത്? നമ്മളാണ് ദേശീയ അസംബ്ലി, അല്ലെങ്കിൽ അങ്ങനെ അവർ എന്ത് ചെയ്തു? അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. എന്ത് ചെയ്തു? ഇവർ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഈ സാധാരണക്കാർ എന്ത് ചെയ്തു? തങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? പട്ടികയിൽ തന്ന നമ്മുടെ സ്റ്റേറ്റ് ജനറൽ 1-ാമത്തെ എസ്റ്റേറ്റ് 285, 2-ാമത്തെ എസ്റ്റേറ്റ് എത്രയാണ്? 308. അപ്പോൾ 3-ാമത്തെ എസ്റ്റേറ്റ് എത്ര പേരുണ്ടായിരുന്നു? 621 പേരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതിന് പകരം എന്താണ്? ഒരു അംഗത്തിന് ഒരു വോട്ട് എന്ന നിലയിൽ കൊടുത്താൽ ആരാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്? 3-ാമത്തെ എസ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? തങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ എന്ത് ചെയ്തു? പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. തുടർന്നുള്ള സംഭവങ്ങൾ താഴെ തന്നിട്ടുള്ള ചാർട്ടിൻ്റെ സഹായത്തോടെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1789 ജൂലൈ 14 എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ 1789 ജൂലൈ 14 എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ വിപ്ലവം മുഴക്കിക്കൊണ്ട് ഇവരെന്ത് ചെയ്തു? ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ ജയിൽ തകർത്തു. അപ്പോൾ ബാസ്റ്റേൽ ജയിൽ തകർത്ത വർഷം എന്നാണ്? 1789 ജൂലൈ
ജൂലൈ 14 എന്ത് ചെയ്തത്? ബാസ്റ്റൽ ജയിൽ തകർത്തത്. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ഈ ബാസ്റ്റൽ ജയിൽ തകർത്തത് എന്തിൻ്റെ ആരംഭമാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമാണ്. 1789 ഓഗസ്റ്റ് 12 എന്ത് ചെയ്തു? 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. അപ്പോൾ ദേശീയ അസംബ്ലി 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. 1789 ഒക്ടോബറിൽ എന്ത് ചെയ്തു? പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വെഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അപ്പോൾ 1789 എന്ത് ചെയ്തു? ഒക്ടോബർ മാസത്തിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വെഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു? പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1792 സെപ്റ്റംബറിലാണ് ഫ്രാൻസ് എന്തായി മാറിയത്? ഒരു റിപ്പബ്ലിക്കായി മാറിയത്. അപ്പോൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതെന്നാണ് 1792 സെപ്റ്റംബർ മാസത്തിലാണ് ഫ്രാൻസിലെ ഒരു ദേശീയ കൺവെൻഷനായി അല്ലെങ്കിൽ ഫ്രാൻസിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു 1792. ഇനി നമ്മൾ പറയുന്നത് ഭീകരവാഴ്ചയെക്കുറിച്ചാണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ 1793 എന്ത് ചെയ്തു? ജൂലൈയിൽ 1793 ജൂലൈ ആയപ്പോൾ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി എന്ത് ചെയ്തു? രൂപീകരിച്ചു. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്? റോബിസ്പിയറുടെ നേതൃത്വത്തിൽ. എന്തിനു വേണ്ടിയിട്ട്? ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ഏത് വർഷം ചോദിച്ചാൽ 1793 ജൂലൈയിൽ. മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഈ പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. അപ്പോൾ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചവർ എന്ത് ചെയ്തു? ശത്രുക്കളെന്ന് തോന്നിയവരെയൊക്കെ ഈ ഡാൻഡനും മിറാബോയും വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായ മിറാബോയും ടാൻഡനും ചേർന്ന് എന്ത് ചെയ്തു? ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഉൾപ്പെടെ മിക്ക പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും എന്ത് ചെയ്തു? ഗില്ലറ്റിനിരയാക്കി. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിനിരയായി. അവസാനം ആരാണ്? ഈ നമ്മുടെ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന റോബിസ്പിയറും എന്ത് ചെയ്തു? ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? റോബിസ്പിയറാണ്. അദ്ദേഹവും എന്തായി? ഈ റോബിസ്പിയറും ഗില്ലറ്റിനിരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ 1794 ജൂലൈ വരെ എന്ത് ചെയ്തു? ഇങ്ങനെ 1793 ജൂലൈയിൽ ആരംഭിച്ചത് 1794 ജൂലൈ വരെ ഈ ഭരണം എവിടെ? ഫ്രാൻസിൽ ഈ ഭരണം നീണ്ടുനിന്നു. ഈ ഭരണം അറിയപ്പെടുന്ന പേരാണ് ഭീകരവാഴ്ച. അപ്പോൾ നമുക്ക് ഇനി ഇത് 1 മണിക്കൂറായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എത്തുകയുള്ളൂ. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.